നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം ഡൽഹിയിലും അതോടൊപ്പം തന്നെ രാജ്യത്തും ഒരു സ്ഫോടനം നമ്മൾ കേട്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള വാർത്തകൾ സൃഷ്ടിക്കുന്ന ആളുകളുണ്ട്, പലതരത്തിലുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള നരേഷനുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ചില വാർത്തകൾ പോലും ആ ഒരു തരത്തിലേക്ക് പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം നിലവിൽ ഉണ്ട്. ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകളും ഊഹാപോഹങ്ങളും പ്രചരിപ്പിക്കരുത് എന്ന് ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 9 പേർ കൊല്ലപ്പെട്ട സംഭവം അങ്ങേയറ്റം ദുഃഖകരവും ആശങ്കാജനകവുമാണെന്നും അതേസമയം ശാന്തത പാലിക്കണമെന്നുമാണ് മുഖ്യമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ച LNJP ആശുപത്രി മുഖ്യമന്ത്രി സന്ദർശിച്ചിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി അഷിത് സൂദും അവരെ അനുഗമിച്ചിരുന്നു. ആക്രമണത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടമായ കുടുംബാംഗങ്ങളോട് അഗാധമായ അനുശോചനവും ഇരുവരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച ഒരു ചിത്രം വ്യാജമാണെന്ന പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് വിഭാഗം പുറത്തുവിട്ടിട്ടുണ്ട്. സ്ഫോടന സ്ഥലത്ത് ശക്തമായ തീയും പുകയും ഉയരുന്നതായിരുന്നു ആ ഒരു ചിത്രം. അത് 2024 ലെബനോനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൻ്റെതാണ് എന്നാണ് PIB വ്യക്തമാക്കുന്നത്. സ്ഫോടനമുണ്ടായ വെള്ള ഹ്യൂണ്ടായി i20 കാറിന്റെ നിർണായകമായ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. 3 മണിക്കൂറോളം വാഹന മേഖലയിൽ കറങ്ങി നടന്നതായാണ് വരുന്ന റിപ്പോർട്ട്. തുടർന്നാണ് ചെങ്കോട്ട ട്രാഫിക് സിഗ്നലിനരികെ പതിയെ നീങ്ങിയ കാർ ഉടനെ പൊട്ടിത്തെറിക്കുന്നത്. ഉച്ചയ്ക്ക് 3:19 ചെങ്കോട്ടയോട് ചേർന്നുള്ള പാർക്കിംഗ് ഏരിയയിൽ കാർ എത്തുന്നത്. 3 മണിക്കൂറോളം കാർ ഇവിടെ ഉണ്ടായിരുന്നു. വൈകിട്ട് 6:48 കാർ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. കാറിന്റെ ആദ്യ ഉടമയെ പോലീസ് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നിന്ന് കഴിഞ്ഞ ദിവസം തന്നെ പിടികൂടിയിരുന്നു. മുഹമ്മദ് സൽമാൻ എന്നയാളാണ് പിടികൂടിയത്. ഇയാൾ പിന്നീട് ഓഖ്ലയിലുള്ള ദേവേന്ദ്ര എന്നയാൾക്കാണ് കാർ വിറ്റിരുന്നത്. കാറിന് ഹരിയാന രജിസ്ട്രേഷനാണ് നിലവിലുണ്ടായിരുന്നത്. ഇത് വീണ്ടും അംബാലയിലെ മറ്റൊരാൾക്ക് വിൽക്കുന്നുണ്ട്. ഇയാളെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ തുടരുന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം രാജ്യത്തെ ഭീതിയിലാക്കിയിട്ടുള്ള സ്ഫോടനത്തിൽ 9 പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. 30ഓളം പേർക്ക് പരിക്ക് ഏറ്റിട്ടുണ്ട്. ഇവരെ ലോക്നായക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ 1 ഡസനോളം പേരുടെ നില സാരമാണ്. 2008 2 ഡസനിലേറെ പേരുടെ മരണത്തിനിടയാക്കിയ ഡൽഹിയിലെ വിവിധ മാർക്കറ്റുകളിലുണ്ടായ സ്ഫോടന പരമ്പരയ്ക്ക് ശേഷം രാജ്യ തലസ്ഥാനത്തുണ്ടാകുന്ന ഏറ്റവും ആൾനാശമുണ്ടായ ഒരു സ്ഫോടനമാണിത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7 മണിയോടെ ചെങ്കോട്ടയിലെ മെട്രോ സ്റ്റേഷൻ ഗേറ്റ് നമ്പർ 1 മുൻപിലാണ് സംഭവം ഉണ്ടാകുന്നത്. വൈകുന്നേര സമയങ്ങളിൽ വൻ ജനക്കൂട്ടം തടിച്ചു നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ഒരു പ്രദേശം. അതോടൊപ്പം തന്നെ വളരെ തന്ത്രപ്രധാന മേഖല കൂടിയാണ്. വിദേശികൾ അടക്കമുള്ള വിനോദസഞ്ചാരികൾ പതിവായി വരുന്ന ഇവിടേക്ക് പഴയ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരവും ഡൽഹി ജമാ മസ്ജിദിൽ നിന്ന് 1.5 കിലോമീറ്ററും മാത്രം അകലം ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. ഡൽഹിയിലെ വായു മലിനീകരണവും തണുപ്പ് തുടങ്ങിയതിനാലും സംഭവ സമയം ഇവിടെ പതിവ് പോലെ തിരക്കില്ലാതിരുന്നത് ആളപായം കുറയ്ക്കാൻ കാരണമായിട്ടുണ്ട്. സാവകാശം വന്ന കാർ റോഡരികിൽ നിർത്തിയിട്ട ശേഷമാണ് പൊട്ടിത്തെറിച്ചത് എന്നാണ് ദൃക്സാക്ഷികളിൽ ഒരാൾ പറയുന്നത്. കാറിൽ 3 പേർ ഉണ്ടായിരുന്നുവെന്നും ഇവരും മരിച്ചതായും ഡൽഹി പോലീസ് കമ്മീഷണർ സതീഷ് ഗോൽച്ച വ്യക്തമാക്കിയിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് ഡൽഹിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പ്രദേശത്തെ കടകളെല്ലാം അടപ്പിച്ചിട്ടുണ്ട്, റോഡുകളും അടച്ചു കഴിഞ്ഞിട്ടുണ്ട്. സവിശേഷ സേനാ വിഭാഗമായ NSG കമാൻഡോകളുടെ സംഘവും NIA ടീമും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഏതായാലും അന്വേഷണങ്ങൾ വളരെ തകൃതിയായി മുന്നോട്ട് പോകുന്നു. പല പേരുകളും ഉയർന്നു കേൾക്കുന്നു. ഇതിന് പിറകിൽ എന്താണ് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ സൂചനകൾ ഒന്നും തന്നെ ഇപ്പോൾ ഡൽഹി പോലീസോ മറ്റോ പുറത്തുവിട്ടിട്ടില്ല. സ്ഫോടനമാണ്, അതിന് പിറകിൽ പ്രവർത്തിച്ച സംഘമേത് എന്നത് സംബന്ധിച്ച വ്യക്തതകളൊന്നും തന്നെ നിലവിൽ പുറത്തു വന്നിട്ടില്ല.